എൻ ഡി ടിയിൽ ഏറ്റവും എളുപ്പവും അതുപോലെ തന്നെ ഏറ്റവും അധികം ജോലി സാധ്യതകളുമുള്ള പെനിട്രന്റ് ടെസ്റ്റിങ്ങിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പെനിട്രന്റ് ടെസ്റ്റിംഗ് ഉൾപ്പെടെ എൻ ഡി ടിയിൽ ഉപയോഗിക്കുന്ന ക്ലീനിങ് മെത്തേഡുകൾ നമുക്ക് നോക്കാം. നമ്മൾ ഏതൊരു ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സ്പെസിമെൻ വൃത്തിയായിരിക്കണം. തെറ്റായ ഇൻഡിക്കേഷൻസ് കിട്ടാതിരിക്കാനും അതുപോലെ കിട്ടുന്ന ഇൻഡിക്കേഷൻ്റെ കൃത്യമായ റിലയബിലിറ്റി ഉറപ്പുവരുത്താനും അത് അത്യാവശ്യമാണ്. എൻ ഡി ടിയിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ക്ലീനിങ് മെത്തേഡുകൾ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന മെറ്റീരിയലിൽ ഓയിലോ ഗ്രീസോ അതുപോലുള്ള കണ്ടാമിനൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്നതാണ് സോൾവെൻറ്റ് റിമൂവൽ മെത്തേഡ്. ഈ മെത്തേഡിൽ പൊതുവെ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ, അസറ്റോൺ അതുപോലെ മിനറൽ സ്പിരിറ്റുകൾ അവയൊക്കെ ഉപയോഗിച്ചായിരിക്കും നമ്മുടെ ടെസ്റ്റ് സ്പെസിമെൻ ക്ലീൻ ആക്കുക. ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റിങ്ങിലും മാഗ്നറ്റിക് പാർട്ടിക്കൽ ടെസ്റ്റിങ്ങിലും ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഇത്തരം മെത്തേഡുകളാണ്. അതുപോലെ വാട്ടർ സോലുബിളായ കണ്ടാമിനൻസ് ആണ് നമ്മൾ ഇവയിൽ കണ്ടെത്തുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക എമൽസിഫയേഴ്സ് ആയിരിക്കും. വാട്ടർ ബേസ്ഡ് ക്ലീനേഴ്സും അതുപോലെ തന്നെ ഡിറ്റർജൻസുമായിരിക്കും ഈ കൂട്ടത്തിൽ വരിക. അൾട്രാസോണിക് ടെസ്റ്റിംഗ്, എൻഡിക്കറൻറ്റ് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ ഇവ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന മെറ്റീരിയലിൽ ഒരുപാട് ഗ്രീസും ഓയിലും കണ്ടെത്തുകയാണെങ്കിൽ നമ്മൾ പൊതുവെ ആൽക്കലൈൻ മെത്തേഡായിരിക്കും ചൂസ് ചെയ്യുക. ഇവ പൊതുവെ സോഡിയം ഹൈഡ്രോക്സൈഡ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലീനേഴ്സ് ആയിരിക്കും. മിക്കവാറും വലിയ ഇൻഡസ്ട്രീസിലൊക്കെ അതുപോലെ തന്നെ ആർട്ടി ഒക്കെ ചെയ്യുന്ന സമയങ്ങളിൽ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഗ്രീസ് ഇട്ട് ഉപയോഗിക്കുന്ന ജോയിൻറ്റുകളിലോ അതല്ലെങ്കിൽ അതുപോലുള്ള മെറ്റീരിയലുകളിലോ ഒക്കെ ആയിരിക്കും ഇവ പൊതുവെ നമ്മൾ ഉപയോഗിക്കാറ്. റെഗുലറായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ, ഗ്രീസ് ഇട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ വളരെയേറെ ഗ്രീസും ഓയിലും ഒക്കെ അതിൻ്റെ പുറമെ നമുക്ക് കാണാൻ സാധിക്കും. അവയൊക്കെ റിമൂവ് ചെയ്യാതെ നമുക്ക് വൃത്തിയായിട്ട് ഈ ടെസ്റ്റിംഗ് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കൂടുതലും ഇവ ഇൻഡസ്ട്രീസിലായിട്ടുള്ള വലിയ സ്ഥിരം വർക്കിംഗ് ആയിട്ടുള്ള പ്ലാന്റുകളിലായിരിക്കും കൂടുതലും നമ്മൾ അതങ്ങനെ ഉപയോഗിക്കുക. ഇതേപോലെ തന്നെ റസ്റ്റിങ് സ്കെയിൽസ് അതല്ലെങ്കിൽ ഒരു ഓക്സൈഡ് ലെയറൊക്കെ നമ്മുടെ മെറ്റീരിയലിന് പുറത്ത് കാണുകയാണെങ്കിൽ നമ്മൾ പൊതുവെ ഉപയോഗിക്കുക ആസിഡിക് മെത്തേഡുകളായിരിക്കും. സിട്രിക് അല്ലെങ്കിൽ ഫോസ്ഫോറിക് ആസിഡ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലീനേഴ്സൊക്കെ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ഇവയെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷമായിരിക്കും അൾട്രാസോണിക് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുക. അൾട്രാസോണിക് ടെസ്റ്റിംഗ് അതല്ലെങ്കിൽ എഡി കറന്റ് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയങ്ങളിൽ ഇവയൊക്കെ റിമൂവ് ആയില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ആവശ്യമില്ലാത്ത നോയ്സുകളും കാര്യങ്ങളും നമുക്ക് കിട്ടാൻ ചിലപ്പം നമ്മുടെ മെറ്റീരിയലായിട്ട് നന്നായിട്ട് കോൺടാക്റ്റ് വരാത്തത് കൊണ്ട് തന്നെ റീഡിങ്സ് പലപ്പോഴും കിട്ടാതെ ഒരു എയർ ഗ്യാപ്പൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകും. നമ്മൾ സ്കെയിൽസൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ റസ്റ്റിംഗ് ഗ്യാപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ മെറ്റീരിയലായിട്ട് കോൺടാക്റ്റ് അകലം വരും. അപ്പോൾ അങ്ങനെയുള്ള റീഡിങ്സൊക്കെ നമുക്ക് എയർ ഗ്യാപ്പ് വരുമ്പോൾ എക്സ്ട്രാ നമ്മുടെ മെറ്റീരിയൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായ റീഡിങ്സ് കിട്ടത്തില്ല. ആ സമയങ്ങളിൽ നമ്മൾ പൊതുവെ ഉപയോഗിക്കുക ആസിഡിക് മെത്തേഡുകളായിരിക്കും. പിന്നീട് നമ്മൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പല മെത്തേഡ്സും നമ്മൾ ഉപയോഗിക്കും. അത് ഡിപ്പെൻഡിങ് ഓൺ ആ സാഹചര്യം വെച്ച് നമുക്ക് ചില സ്പെഷ്യലായിട്ടുള്ള മെറ്റീരിയലുകളിൽ ഇതേപോലെ തന്നെ ബയോഡിഗ്രേഡബിൾ പോലെ തന്നെ അടുത്തൊരു മെത്തേഡുണ്ട്. അത് പൊതുവേ നമുക്ക് സ്പെഷ്യൽ മെത്തേഡുകൾ എന്ന് പറയും. പൊതുവേ നമ്മൾ സ്പെഷ്യൽ മെത്തേഡുകൾ എന്ന് പറയും. സ്പെഷ്യൽ മെത്തേഡ്സ് എന്താണെന്ന് വെച്ചാൽ ചില മെറ്റീരിയലുകളിൽ ചില ക്ലീനേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ആസിഡിക് ആയിട്ടുള്ള ഒരു ക്ലീനേഴ്സ് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ലാത്ത മെറ്റീരിയൽ ഉണ്ടാവാം. ആൽക്കലൈൻ ആയിട്ടുള്ള ക്ലീനേഴ്സ് ഉപയോഗിക്കാൻ പറ്റില്ലാത്ത മെറ്റീരിയൽ ഉണ്ടാവും. അതുപോലെ വാട്ടർ ഉപയോഗിക്കാൻ പറ്റില്ലാത്ത മെറ്റീരിയൽ ഉണ്ടാവും. ഇത്തരം മെറ്റീരിയലുകളിൽ നമ്മൾ സ്പെഷ്യൽ ആപ്ലിക്കേഷനിലായിട്ടുള്ള ക്ലീനേഴ്സ് അതാത് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. യു ടിയിലാണെങ്കിൽ സ്പെഷ്യൽ പർപ്പസ് പ്രോബുകളുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ക്ലീനേഴ്സിലും സ്പെഷ്യൽ പർപ്പസ് ആയിട്ടുള്ള ക്ലീനേഴ്സ് ഉണ്ട്. അത് ചിലത് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ളതുണ്ട്. പിന്നെ ഈ കാര്യങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച് സെറ്റ് ചെയ്യുന്ന ക്ലീനേഴ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടൈപ്പ് ഓഫ് ക്ലീനേഴ്സിലുള്ളത്. അപ്പം ക്ലീനേഴ്സ് ഇത്രയുമാണ്, നമ്മൾ പൊതുവേ ഉപയോഗിക്കുന്ന ക്ലീനേഴ്സ് ഇത്രയാണ്. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായിട്ട് കാണാം.